ഹലോ, നമസ്കാരം. ഇന്ന് സദ്യയിൽ വിളമ്പുന്ന ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് പുളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. വറുത്തിടാൻ കടുക്, പാകത്തിന് ഉപ്പ്, കുറച്ച് ശർക്കര പാവ് പുളിപ്പ് ബാലൻസ് ആക്കാനാണ്. പുളി ഇളം ചൂടുവെള്ളത്തിൽ 2-3 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക. പുളി പിഴിഞ്ഞ് പുളിവെള്ളം മാത്രം അരിച്ചെടുക്കുക. അരിച്ചെടുത്ത പുളിവെള്ളമാണിത് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കുക. ഗ്യാസ് കത്തിച്ച് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒരുമിച്ച് ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പുളിവെള്ളം ഒഴിക്കുക. അതിൻ്റെ ഒപ്പം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിക്കുക. ഇനി ഈ പുളിവെള്ളം ഒന്ന് നന്നായിട്ട് ബോയിൽ ആവട്ടെ കേട്ടോ. നല്ലപോലെ തിളച്ച് കുറച്ച് കുറുകിയാൽ പുളിപ്പിൻ്റെ ബാലൻസിന് വേണ്ടി 3-4 ടേബിൾ സ്പൂൺ ശർക്കര പാവ് അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഇളക്കുക. നല്ലപോലെ കുറുകിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. ഈ ഇഞ്ചിപ്പുളി നമുക്ക് കണ്ടെയ്നറിൽ 1 വീക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒട്ടും കേടുവരില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.